Hello my dear plant lovers, welcome back to my YouTube channel SULUZDIARIES. ഞാൻ അജ്മി സുൽത്താന. ഇന്നത്തെ നമ്മുടെ വീഡിയോയിൽ എപ്പീഷ്യ പ്ലാന്റിൻ്റെ കെയറും അതുപോലെ തന്നെ എപ്പീഷ്യ എങ്ങനെയാണ് വെർട്ടിക്കൽ ഗാർഡനിൽ വളർത്തുന്നതെന്നുമാണ് കാണിക്കാൻ പോകുന്നത്. എപ്പീഷ്യ എന്ന് പറയുന്നത് വളരെ നല്ല ഒരു കളർഫുൾ ആയിട്ടുള്ളൊരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. അത് നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ വളരെ മനോഹരമായിട്ട് സെറ്റ് ചെയ്തെടുക്കാൻ പറ്റും. അപ്പോൾ ഞാൻ എങ്ങനെയാണ് വെർട്ടിക്കൽ ഗാർഡനിൽ എപ്പീഷ്യ പ്ലാന്റ്സ് സെറ്റ് ചെയ്തതെന്നാണ് ഇന്ന് കാണിക്കാൻ പോകുന്നത്. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ സൈഡിൽ ചെറിയ ബെൽ ബട്ടണിൽ ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഞാൻ വീഡിയോസ് ഇടുമ്പോഴൊക്കെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. അതുപോലെ തന്നെ ഓൺലൈനായിട്ട് പ്ലാൻസ് ആവശ്യമുള്ളവർക്ക് എന്നെ ഈ കാണുന്ന വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഡയറക്റ്റ് കാറ്റലോഗ് അയച്ചു തരും. അതുപോലെ തന്നെ ഇൻസ്റ്റാഗ്രാം പേജ്, ഫേസ്ബുക്ക് പേജൊക്കെ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ അതിൽ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആയിട്ടുള്ള പ്ലാൻസിൻ്റെയൊക്കെ ഡീറ്റെയിൽസ് അറിയാനായിട്ട് കഴിയും. അപ്പോൾ നമ്മുടെ എപ്പീഷ്യ പ്ലാന്റ്സ് എങ്ങനെയാണ് കെയർ ചെയ്യേണ്ടതെന്നും എങ്ങനെ നമുക്ക് വെർട്ടിക്കൽ ഗാർഡനിൽ സെറ്റ് ചെയ്തെടുക്കാമെന്നുമാണ് ഞാനിന്ന് കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. എല്ലാവർക്കും അറിയാം എപ്പീഷ്യ എന്ന് പറയുന്നത് ഒരു ഹാങ്ങിങ് പ്ലാന്റ് ആണ്. പക്ഷേ അത് വെർട്ടിക്കൽ ഗാർഡനിൽ വളരെ മനോഹരമായിട്ട് നമുക്ക് അറേഞ്ച് ചെയ്യാൻ പറ്റും. പക്ഷേ അത് അറേഞ്ച് ചെയ്യുമ്പോൾ ഒന്ന് രണ്ട് കാര്യങ്ങൾ നമുക്ക് ശ്രദ്ധിക്കാനായിട്ടുണ്ട്. അല്ലെന്നുണ്ടെങ്കിൽ എപ്പീഷ്യ പ്ലാന്റ്സ് കറക്റ്റായിട്ട് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റത്തില്ല നമ്മുടെ വെർട്ടിക്കൽ ഗാർഡനിൽ. അപ്പോൾ ഞാൻ എങ്ങനെയാണ് അതിനെ മെയിൻറ്റെയിൻ ചെയ്ത് നിർത്തിയേക്കുന്നതെന്നും എങ്ങനെയാണിത് സെറ്റ് ചെയ്തതെന്നും അറേഞ്ച് ചെയ്തതെന്നൊക്കെ ഒന്ന് ജസ്റ്റ് പറയാം. ഓക്കെ, അപ്പോൾ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡൻ നിങ്ങൾക്കറിയാമല്ലോ, നേരത്തെ നമ്മുടെ വേറൊരു ഗാർഡൻ മേക്ക് ഓവർ വീഡിയോയിൽ നമ്മൾ ഈ വെർട്ടിക്കൽ ഗാർഡൻ കാണിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ അതിനകത്ത് നേരത്തെ സെറ്റ് ചെയ്തിരുന്ന വേറൊരു രീതിയിലായിരുന്നു. ഇപ്പോൾ ഞാൻ ആ സെറ്റിങ്സ് മാറ്റിയിട്ട് പുതിയൊരു രീതിയിലോട്ട് ആക്കിയിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഗാർഡനിൽ ചേഞ്ചസ് വരുത്താറുണ്ട്. എനിക്ക് എപ്പോഴും ഒരേ രീതിയിൽ തന്നെ പോകുന്ന ഇഷ്ടമല്ല. ഇടയ്ക്കിടയ്ക്ക് ചെറിയ ചേഞ്ചസ് എങ്ങനെ വരുത്തും. അപ്പോൾ നമുക്കും ഒരു സന്തോഷമാണത് കാണുമ്പോൾ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ വെർട്ടിക്കൽ ഗാർഡന് വീണ്ടും ഞാനൊരു അറേഞ്ച്മെൻറ്റ് മാറ്റിയിട്ടുണ്ട്. അന്ന് നമ്മൾ ഒരൊറ്റ ലെയറായിട്ടായിരുന്നു കൊടുത്തിട്ടുണ്ടായിരുന്നത്. ഇപ്പോൾ എപ്പീഷ്യ തന്നെ ഒറ്റ ലൈനിൽ കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ 2 വെറൈറ്റി എപ്പീഷ്യ മാത്രമേ ഇപ്പോൾ നമ്മുടെ കയ്യിൽ ഈ ഒരു വെർട്ടിക്കൽ ഗാർഡനിലുള്ളൂ. കാരണം ഇത് മാത്രമാണ് എൻ്റെ കയ്യിൽ നേരത്തെ മുതൽ ഉണ്ടായിരുന്നതും കൂടുതലായിട്ട് വളർന്നതും ഇത് തന്നെയായിരുന്നു. അപ്പോൾ അതുകൊണ്ട് ഒരുപാട് പ്ലാന്റ് ഉണ്ടായി വന്നതുകൊണ്ട് ഞാനത് വെർട്ടിക്കൽ ഗാർഡനിലങ്ങ് സെറ്റ് ചെയ്തു. വെർട്ടിക്കൽ ഗാർഡനിൽ എപ്പീഷ്യ പ്ലാന്റ്സ് സെറ്റ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഒരു ലൈനിൽ താഴോട്ട് തന്നെ സെറ്റ് ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം. കാരണം എപ്പീഷ്യ പ്ലാന്റ്സ് ഒരു ഹാങ്ങിങ് ആയിട്ടാണ് കൂടുതലും കണ്ടുവരുന്നത്. അപ്പോൾ ഹാങ് ചെയ്ത് വരുന്നത് ഒരു ചെറിയ തണ്ട് ഇങ്ങനെ വന്നിട്ടാണ് അത് താഴോട്ട് ഇങ്ങനെ ഹാങ് ചെയ്ത്, അങ്ങനെയാണ് അതിൻ്റെ ഒരു പ്രൊപ്പഗേഷൻ മെത്തേഡ് എന്ന് പറയുന്നത്. ആ ഒരു വള്ളി ഇങ്ങനെ വന്നിട്ടാണ് ഇതെല്ലായിടവും അതിൻ്റെ തൈകളാവാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് ഒരു വെറൈറ്റി നമ്മൾ വെക്കുമ്പോൾ ആ വെറൈറ്റി തന്നെ നമ്മൾ തൊട്ട് താഴോട്ടുള്ള പോട്ടുകളിലൊക്കെ സെറ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലെന്നുണ്ടെങ്കിൽ മുകളിൽ തന്നെ ഒരു പോട്ടിൽ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ അത് ഒരു മാസമൊക്കെ ആകുമ്പോഴത്തേക്ക് ഏറ്റവും താഴത്തെ പോട്ടിൽ വരെ എത്തും. കാരണം അത്രയും ഫാസ്റ്റായിട്ടത് വളർന്നു വരികയും ചെയ്യും. ഹാങ് ചെയ്ത് വരുന്ന കൂട്ടത്തിലൊക്കെ ആ താഴെ ഇരിക്കുന്ന പോട്ടിലും കൂടെ അതെല്ലാം വന്ന് വേര് പിടിച്ചിട്ട് അവിടെ എല്ലാം കവർ ചെയ്ത് കിട്ടുകയും ചെയ്യും. അതാണ് ഈ എപ്പീഷ്യ പ്ലാന്റ്സ് വെർട്ടിക്കൽ ഗാർഡനിൽ വെക്കുമ്പോൾ ഉള്ളൊരു പ്രത്യേകത എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരുപാട് വെറൈറ്റികൾ അടുപ്പിച്ചടുപ്പിച്ച് വെർട്ടിക്കൽ ഗാർഡനിൽ വെച്ച് കഴിഞ്ഞാൽ എല്ലാം കൂടെ മിക്സ് ആയി പോവും. അതുകൊണ്ട് കുറച്ച് വെറൈറ്റീസ് വേണം അടുത്തടുത്ത് വെച്ചിട്ട് കുറച്ച് അകലം കൊടുത്ത് ചെയ്യാമെന്നുണ്ടെങ്കിൽ വളരെ ബുഷായിട്ടും ഒരുപാട് ലഷായിട്ട് ഇങ്ങനെ പ്ലാന്റ് കിടക്കുന്നതായിട്ട് നല്ല ഭംഗിയാണ്. ഇതിന് ലീഫുകളാണ് ഏറ്റവും ഭംഗി എന്ന് പറയുന്നത്. ഇത് പൂത്തും കൂടെ നിൽക്കുമ്പോഴത്തേക്ക് അതിമനോഹരമാണ്. ഇതിൻ്റെ ലീഫുകൾ അറിയാം, പണ്ട് മുതലേ വീടുകളിലൊക്കെ ഉള്ള വെറൈറ്റീസാണ് ഈ ഗ്രീൻ കളറിലൊക്കെ ഉള്ളത്. ഇതിന് തന്നെ ഒരുപാട് വെറൈറ്റീസ് ഇപ്പോൾ ഉണ്ട്. ഒരു 10-25 വെറൈറ്റി കൂടുതൽ തന്നെ എപ്പീഷ്യ പ്ലാന്റ്സ് ഉണ്ട്. അപ്പോൾ ഈ എപ്പീഷ്യ പ്ലാന്റ് കണ്ടിട്ട് എല്ലാം കൂടെ ഒന്നിച്ച് വാങ്ങിച്ചതൊന്നുമല്ല കേട്ടോ. ആകെ ഒരു പോട്ടിൽ ഒരു തൈ മാത്രമായിരുന്നു എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നത്. അതിങ്ങനെ വളർന്ന് സ്പ്രെഡായിട്ടാണ് ഇത്രയും പ്ലാന്റായിട്ട് മാറിയത്. കാരണം എപ്പീഷ്യ പ്ലാന്റ് എന്ന് പറയുന്നത് ഭയങ്കര ഫാസ്റ്റ് ഗ്രോയിങ് പ്ലാന്റ് ആണ്. പെട്ടെന്ന് നമുക്ക് ലഷാക്കി എടുക്കാൻ പറ്റും. ഹാങ് ചെയ്യാനും പെട്ടെന്നാണ് വളരുന്നത്. അതുപോലെ നമ്മൾ ജസ്റ്റ് ഒന്ന് കെയർ ചെയ്ത് കൊടുത്തില്ലെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് നശിച്ചു പോവുകയും ചെയ്യും. അപ്പോൾ പെട്ടെന്ന് നശിച്ചു പോവാതിരിക്കാനായിട്ട് ഞാൻ എന്തൊക്കെയാണ് ചെയ്യുന്നതെന്നും കൂടി ഒന്ന് പറയാം. എപ്പീഷ്യ പ്ലാന്റ്സിന് ഫ്ലെയിം വയലറ്റ് എന്ന മറ്റൊരു പേര് കൂടിയുണ്ട്. ഇതിൻ്റെ ലീഫിൽ വരുന്ന ഓരോരോ ഷെയ്ഡുകളാണ് ഇതിന് പല വെറൈറ്റി ആയിട്ട് കാണുന്നത്. ഒരു ലീഫിൽ തന്നെ 2 ഷെയ്ഡാണ് കൂടുതലും ലീഫുകളിൽ വരുന്നത്. ഒരു ഡാർക്ക് ഷെയ്ഡായിട്ട് ഔട്ട് സൈഡിൽ വന്നിട്ട് സെൻറ്ററിൽ ഒരു ലൈറ്റ് ഷെയ്ഡ് വരും. അതാണ് ഇതിനെ കൂടുതൽ നമ്മൾ അട്രാക്റ്റ് ചെയ്തത്. നല്ലൊരു ഷെയ്ഡിലാണ് ഇത് നിൽക്കുന്നത്. ഡ്യുവൽ ഷെയ്ഡിൽ നിൽക്കുമ്പോഴത്തേക്കും ഭയങ്കര അട്രാക്ഷനാണ് ഈ ഒരു പ്ലാന്റിന്. എപ്പീഷ്യ പ്ലാന്റ്സ് പൊതുവേ ഫാസ്റ്റ് ഗ്രോത്ത് ആണ്. വളരെ റെയറായിട്ട് വരുന്ന വൈറ്റ് ഫ്ലവർ അതുപോലെ യെല്ലോയുടെയൊക്കെ ചില വെറൈറ്റികൾക്ക് സ്ലോ ഗ്രോത്തായിട്ട് കാണുന്നുണ്ട്. അപ്പോൾ എൻ്റെ കയ്യിൽ ഒരു 25 വെറൈറ്റിക്കകത്ത് മാത്രമേ ഉള്ളൂ
അപ്പോൾ ഇതൊക്കെ ഞാൻ വെർട്ടിക്കൽ ഗാർഡനിൽ തന്നെയാണ് വെച്ചിട്ടുള്ളത്. കാരണം എനിക്ക് സ്ഥലപരിമിതി ഉള്ളതുകൊണ്ട് വെർട്ടിക്കൽ ഗാർഡനിലാകുമ്പോൾ കൂടുതൽ വെറൈറ്റീസ് നമുക്ക് കളക്ട് ചെയ്ത് വെക്കാൻ പറ്റും. ഇതൊക്കെ ഞാൻ പ്രൊപ്പഗേറ്റ് ചെയ്ത് ജസ്റ്റ് വെച്ചിട്ടേ ഉള്ളൂ. ഇനി ഇതൊക്കെ ഒരുപാട് ലക്ഷമായിട്ട് ഒരുപാടായി കഴിയുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ കാണിച്ച ആ വെർട്ടിക്കൽ ഗാർഡനിലോട്ട് നമുക്ക് സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഇതിൻ്റെ ലൈറ്റിനെ പറ്റി പറയുവാണെന്നുണ്ടെങ്കിൽ നല്ല ലൈറ്റ് വേണം. പക്ഷേ ഡയറക്റ്റ് സൺലൈറ്റ് അടിച്ചു കഴിഞ്ഞാൽ ചില സമയങ്ങളിൽ കരിഞ്ഞു പോകുന്നതായിട്ട് കണ്ടിട്ടുണ്ട്. അപ്പോൾ നമ്മൾ റൂട്ട് പിടിപ്പിക്കാനായിട്ടൊക്കെ പ്രൊപ്പഗേറ്റ് ചെയ്തൊക്കെ വെക്കുന്ന സമയത്ത് നമ്മൾ ലോ ലൈറ്റിൽ തന്നെ സൂക്ഷിക്കുക. എന്നിട്ട് കുറച്ച് നന്നായിട്ട് റൂട്ടൊക്കെ പിടിച്ച് കഴിയുന്ന സമയമാകുമ്പോഴത്തേക്കും അതിന് അത്യാവശ്യം നല്ല ലൈറ്റുള്ള സ്ഥലത്തോട്ട് വെച്ച് കൊടുക്കണം. എങ്കിൽ മാത്രമേ നല്ല കളർ ഷെയ്ഡിൽ ആ ലീഫുകൾ ഇരിക്കത്തുള്ളൂ. അപ്പോൾ ലൈറ്റ് അതാണ് ശ്രദ്ധിക്കാനുള്ളത്. ഡയറക്റ്റ് ആയിട്ടുള്ള സൺലൈറ്റ് വേണ്ട. എങ്കിലും ചെറിയ രീതിയിലുള്ള രാവിലത്തെയും വൈകിട്ടത്തെയും ആ ഒരു സൺലൈറ്റൊക്കെ അടിച്ചു കഴിഞ്ഞാൽ വലിയ പ്രോബ്ലം ഒന്നും ഉണ്ടാകത്തില്ല. നമ്മൾ ഈ വെർട്ടിക്കൽ ഗാർഡനിൽ എപ്പീഷ്യ പ്ലാന്റ് സെറ്റ് ചെയ്യുമ്പോൾ ഏറ്റവും ടോപ്പിൽ വരുന്ന ഭാഗം ഒരിക്കലും നമ്മൾ എപ്പീഷ്യ പ്ലാന്റ്സ് വെക്കരുത്. കാരണം അവിടെ വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൺലൈറ്റ് ആ ഏറ്റവും ടോപ്പ് പോട്ടിലാണ് അടിക്കുന്നത്. അങ്ങനെ വന്നു കഴിയുമ്പോഴത്തേക്കും അവിടുത്തെ പ്ലാന്റ്സ് ഫുള്ളായിട്ട് കേടായിപ്പോവും. പക്ഷെ തൊട്ട് താഴത്തെ ആ പോട്ടുകളിലൊന്നും ഒരു പ്രോബ്ലം ഉണ്ടാകത്തില്ല. അപ്പോൾ ഏറ്റവും മുകളിൽ മാത്രം നമുക്ക് വേറെ ഏതെങ്കിലും നല്ല ലൈറ്റ് വേണ്ട ഒരു പ്ലാന്റും അതിന് തൊട്ട് താഴെയൊക്കെ നമുക്ക് എപ്പീഷ്യയും സെറ്റ് ചെയ്ത് കൊടുക്കാൻ പറ്റും. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് അടിക്കത്തുമില്ല, ഓവറായിട്ടുള്ള മഴ അതിൻ്റെ ചുവട്ടിലായിട്ട് വീഴത്തുമില്ല. അതുകൊണ്ട് തന്നെ നന്നായിട്ട് ലക്ഷമായിട്ട് പ്ലാന്റ് നിൽക്കും. ഈ ഒരു വെർട്ടിക്കൽ ഗാർഡന് ഫുൾ ടൈം സൺലൈറ്റ് ഉള്ള സ്ഥലത്തും അതുപോലെ തന്നെ ഫുൾ ടൈം മഴയും കിട്ടുന്ന ഒരു സ്ഥലത്താണ് ഞാൻ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഏറ്റവും ടോപ്പ് ലെയർ ഇങ്ങനെ കെയർ ചെയ്ത് നിർത്തിയിരിക്കുന്നത് കൊണ്ടാണ് ഈ പ്ലാന്റ് ഇത്ര ലക്ഷമായിട്ട് ഇവിടെ വളരുന്നത്. അടുത്തായിട്ട് നമുക്ക് എപ്പീഷ്യ എങ്ങനെ പ്രൊപ്പഗേറ്റ് ചെയ്യാമെന്ന് നോക്കാം. പ്രൊപ്പഗേറ്റ് ചെയ്യാനായിട്ട് നമുക്ക് ഈ എപ്പീഷ്യയുടെ പ്ലാന്റിൽ നിന്ന് ഓരോ വള്ളികളായിട്ട് ഇങ്ങനെ ചെറിയ തണ്ടുകൾ വരും. അപ്പോൾ ഇങ്ങനെ വരുന്ന ഈ ഒരു തണ്ടിനെ ഇങ്ങനെ നീണ്ടു വരും. ഇങ്ങനെയാണ് ഇത് ഹാങ് ചെയ്ത് പോകുന്നത്. അപ്പോൾ ഈ ഒരു പോർഷൻ വെച്ചിട്ട് നമുക്കത് കട്ട് ചെയ്തെടുക്കാം. കണ്ടോ? അപ്പോൾ കട്ട് ചെയ്തെടുക്കുമ്പോൾ കുറച്ച് ലീഫൊക്കെ ഒന്ന് വലുതായിട്ടുള്ള ഒരു പോർഷൻ വേണം നമ്മൾ കട്ട് ചെയ്തെടുക്കാനായിട്ട്. എന്നിട്ട് നമുക്കിത് ഏത് പോട്ട് മിക്സിൽ വേണമെങ്കിലും ഇതിനെ പോട്ട് ചെയ്ത് കൊടുക്കാം. ഇപ്പോൾ ഞാൻ വെർട്ടിക്കൽ ഗാർഡനിലായതുകൊണ്ട് തന്നെ കൊക്കോപിറ്റും മണലും ചാണകപ്പൊടിയും കൂടെ ചേർത്തിട്ടുള്ളൊരു പോട്ട് മിക്സ് റെഡിയാക്കിയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഒരു കെയറിൻ്റെ ആവശ്യമില്ല പോട്ട് മിക്സിൻ്റെ കാര്യത്തിൽ. സാധാരണ മണ്ണ് ഇട്ട് കഴിഞ്ഞാലും നന്നായിട്ട് വളരാറുണ്ട്. അപ്പോൾ വെർട്ടിക്കൽ ഗാർഡൻ ആകുമ്പോൾ നമുക്ക് ഒരുപാട് വെയിറ്റ് പോട്ടിൽ പറ്റത്തില്ല. വെയിറ്റ് കുറഞ്ഞിരിക്കുന്നതായിരിക്കും പോട്ട് ലാസ്റ്റ് ചെയ്യാൻ നല്ലത്. അതുകൊണ്ട് തന്നെ ഞാൻ കൊക്കോപിറ്റ് കൂടുതൽ എടുത്തുകൊണ്ട് മാത്രം. എങ്ങനെയുള്ള പോട്ട് മിക്സ് ആയാലും വെള്ളം നന്നായിട്ട് വാർന്നു പോകുന്ന പോട്ട് മിക്സ് ആയിരിക്കണമെന്ന് മാത്രം. അപ്പോൾ ഇങ്ങനെ എടുക്കുന്ന ഈ ഒരു തണ്ടിന് നമ്മൾ ജസ്റ്റ് ഇങ്ങനെ ഒന്ന് വെച്ച് കൊടുത്താൽ മാത്രം മതി. ഇങ്ങനെ കുഴിച്ച് വെക്കണമെന്ന് പോലും ഇല്ല. ജസ്റ്റ് അങ്ങോട്ട് വെച്ച് കൊടുത്താൽ തന്നെ അവിടെ നിന്ന് നന്നായിട്ട് റൂട്ട് വന്നിട്ട് പ്ലാന്റ് അങ്ങ് സെറ്റായി വരും. അപ്പോൾ ഇതുപോലുള്ള ചെറിയ പീസുകൾ വെച്ചാണ് ഈ ഇരിക്കുന്ന പ്ലാന്റുകൾ. അപ്പോൾ അതെല്ലാം ഇതുപോലെ ലക്ഷമായിട്ട് വരുന്നുണ്ട്. ഇനി കുറച്ചും കൂടെ ബുഷായിട്ട് വരുന്ന സമയത്ത് ഞാനിത് നേരത്തെ കാണിച്ച പോലുള്ള വെർട്ടിക്കൽ ഗാർഡനിലോട്ട് അത് സെറ്റ് ചെയ്ത് മാറ്റണം. അതിന് വേണ്ടി ഇവിടെ വെച്ചിട്ട് വളർത്തിയിട്ട് അങ്ങോട്ട് മാറ്റാൻ വേണ്ടിയാട്ടോ ഇങ്ങനെ ഓരോ വെറൈറ്റി ആയിട്ട് വെച്ചേക്കുന്നത്. കണ്ടോ? ഇതെല്ലാം ഇതുപോലെ തണ്ടുകൾ വന്നിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് സെപ്പറേറ്റ് ചെയ്യാൻ പറ്റുന്ന പ്ലാന്റുകളാണ് കേട്ടോ. പിന്നെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ലീഫിൻ്റെ അറ്റമൊക്കെ ഇങ്ങനെ കരിഞ്ഞു വരുവാണെങ്കിൽ അത് സൺലൈറ്റ് കൂടുന്നത് കൊണ്ടാണ്. അതുപോലെ തന്നെ വെള്ളം കൂടിക്കഴിഞ്ഞാൽ ഇങ്ങനെ ചീഞ്ഞ് ഇങ്ങനെ പ്ലാന്റ് ചീത്തയായി വരും. അപ്പോൾ നമ്മളതനുസരിച്ചുള്ള കെയറിങ് ഒന്ന് മാറ്റി കൊടുത്താൽ മതി. അപ്പോഴത്തേക്ക് പ്ലാന്റ് നന്നായിട്ട് വരും. ഒരുപാട് ഇങ്ങനെ തണ്ടൊക്കെ കരിഞ്ഞോ അതുപോലെ ലീഫൊക്കെ കരിഞ്ഞ് വരുവാണെങ്കിൽ അതങ്ങ് റീപ്പോർട്ട് ചെയ്ത് കൊടുക്കുക. ഫുള്ളായിട്ട് ഇളക്കിയിട്ട് ഒന്നും കൂടി ഒന്ന് നട്ട് കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് ബുഷായിട്ട് പുതിയ പ്ലാന്റായിട്ട് കിട്ടുകയും ചെയ്യും. അപ്പോൾ എല്ലാവർക്കും ഈ എപ്പീഷ്യ പ്ലാന്റ് വെർട്ടിക്കൽ ഗാർഡനിൽ എങ്ങനെയാണ് സെറ്റ് ചെയ്തതെന്നും ഇതിൻ്റെ കെയറിങ് എങ്ങനെയാണെന്നൊക്കെ മനസ്സിലായെന്ന് കരുതുന്നു. വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.